സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളും ഞാനും പലപ്പോഴും പല ആവശ്യങ്ങൾക്കും ബാങ്കുകളിൽ പോകാറുണ്ട്. ദേശസാൽകൃത ബാങ്കാവട്ടെ, ഷെഡ്യൂൾ ബാങ്കാവട്ടെ, ഏതായാലും ബാങ്ക് തന്നെയാണ്. അപ്പോൾ അടുത്തിടെ ഞാനൊരു ബാങ്കിൽ ഒരാവശ്യത്തിന് പോയപ്പോൾ കൗണ്ടറിലെന്തോ പണമടയ്ക്കേണ്ടിയിരുന്നു. അപ്പോൾ ബാങ്കിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നീണ്ട ക്യൂ ആണ് കാണുന്നത്. ശ്രദ്ധിച്ചപ്പോൾ 2 ക്യാഷ് കൗണ്ടറിൽ ഒന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ ഞാൻ പരിചയമുള്ള ഞാനും ആ ക്യൂവിൽ ഇടം പിടിച്ചു. ക്യൂവിലുള്ളവരോട് ഇക്കാര്യം പറഞ്ഞു. പിന്നെ അവിടെ സീനിയോറിറ്റിയെ സംബന്ധിച്ച് ഞാനാണ് ഇടയിൽ നിന്നത്. ഞാനൊന്ന് വിശ്രമിക്കാനിരുന്നതാണ്. അതിനിടയ്ക്ക് താൻ കയറിയോ തുടങ്ങിയ കശപിശകൾ നടക്കുന്നു. ഏതായാലും പിയൂണിനോട് ഞാനും ആ ക്യൂവിലെ സുഹൃത്തുക്കളും മറ്റേ ക്യാഷ് കൗണ്ടർ പ്രവർത്തിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി. അത് മാനേജരോട് നിങ്ങൾ തന്നെ സൂചിപ്പിച്ചാൽ നന്ന്. ഇപ്പോൾ ഏതായാലും എങ്ങനെയോ മാനേജറുടെ ചെവിയിൽ ഇതെത്തുന്നു. പിയൂണായിരിക്കാം സൂചിപ്പിച്ചത്. അപ്പോൾ രാവിലെ തന്നെ അക്കാര്യം സൂചിപ്പിച്ചുകൂടെ എന്ന് മാനേജർ ചോദിച്ചു പോലും. ഏതായാലും മാനേജർമാർക്ക് ഇക്കാര്യത്തിലൊരു ദീർഘദൃഷ്ടിയില്ലാതെ പോയത്, അല്ലെങ്കിൽ പോകുന്നത് കഷ്ടം തന്നെ. ഏതായാലും 2 ക്യാഷ് കൗണ്ടർ ഉള്ള മിക്ക ബാങ്കുകളിലും ഉണ്ട്. ഒന്ന് ഒരു കാഴ്ച വസ്തുവായി അടച്ചിട്ടിരിക്കുന്നതൊട്ടും ശരിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ക്യൂവിൽ നിന്നവരുടെ ബഹളവും മുറമുറപ്പും കാരണം മറ്റൊരു കൗണ്ടറിലെ ക്ലർക്ക് തന്നെ ചില പേയ്മെൻറ്റും മറ്റും സ്വീകരിക്കുകയുണ്ടായി. ക്രമേണ ക്യൂവിന് നീളം കുറഞ്ഞു വന്നു. ഞാനും ആ അവസരം പ്രയോജനപ്പെടുത്തി. ഏതായാലും പ്രതികരണശേഷി നശിച്ചൊരു സമൂഹമാണ് നമ്മുടേതെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.